എല്ലാ സ്ഥലത്തും കച്ചവടം ഉണ്ടാവില്ല. ചില സ്ഥലത്ത് കച്ചവടം ഉണ്ടാവും. കച്ചവടം കിട്ടാത്ത ബർക്കത്തില്ലാത്ത സ്ഥലമാണെന്ന് മനസ്സിലായാൽ എത്രയും നേരത്തെ പൂട്ടിയാൽ അത്രയും നഷ്ടത്തിൻ്റെ കണക്ക് കുറക്കാൻ പറ്റും. ബർക്കത്തില്ലാന്ന് തോന്നിയാൽ എന്നാലും പിന്നെ ഒന്ന് നോക്കട്ടെ എന്ന് തീരുമാനിക്കരുത്. വേഗം പൂട്ടുക നല്ലത്. എന്നാൽ നഷ്ടം അത്രയും കുറയും. അതന്നെ ബർക്കത്ത് എല്ലാ സ്ഥലവും എല്ലാവർക്കും ബർക്കത്ത് ഉണ്ടാവില്ല. അങ്ങനെ ഏതായാലും ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു. മൂപ്പര് കയ്യിലുള്ള ചില്ലറ പൈസക്ക് എന്തോ ഒന്ന് വാങ്ങിങ്ങാണ്ട് ഒരു ടവല് വിരിച്ചിങ്ങാണ്ട് അതിൽ വെച്ചിട്ട് അവിടെ ഇരുന്നു. ഇരിക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് ചോദിച്ചു, വിൽക്കാനാ ചോദിച്ചു. ആന്ന് പറഞ്ഞു. എന്താ വേണ്ടത് ചോദിച്ചു. ചെറിയൊരു ലാഭം കൂട്ടിങ്ങാണ്ട് പറഞ്ഞു. ആ സാധനം കൊടുത്തു. അതും കൂടിയും കൂട്ടിങ്ങാണ്ട് വേറെ സാധനം വാങ്ങി മുണ്ട് വിരിച്ചിങ്ങാണ്ട് ഇരുന്നു. വിൽക്കാൻ ഒഴിവില്ലാതെ ഒരാൾ വന്നിട്ട് വിൽക്കാനോ ചോദിച്ചു. ആന്ന് പറഞ്ഞു. ചെറിയൊരു ലാഭം കൂട്ടിങ്ങാണ്ട് പറഞ്ഞു. അതിനിട്ട് കൊടുത്തു. പിന്നെ അതും കൂടിയും കൂട്ടിങ്ങാണ്ട് വേറെ സാധനം വാങ്ങി. അങ്ങനെ അങ്ങോട്ട് കച്ചവടക്കാരനായി. ഭയങ്കര കച്ചവടം. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ കാര്യത്തിൽ അത്ഭുതമായി. എൻ്റെ കാര്യത്തിൽ അത്ഭുതമായി. എന്താ അത്ഭുതം? ഞാനിങ്ങനെ വല്ല കല്ലെന്തേലും പൊന്തിച്ചു നോക്കിയാൽ അതിൻ്റെ ചോട്ടിൽ സ്വർണ്ണോ വെള്ളിയേറ്റ ഉണ്ടാവുമോയെന്ന് എനിക്ക് ഒരത്ഭുതം തോന്നുക. അതിനത്രം തൊട്ടതൊക്കെ പൊന്നാക്കുക എന്ന് നമ്മൾ പറയില്ലേ. അങ്ങനെയായി ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. കച്ചവടക്കാരുടെ നേതാവായി മഹാനവറുകൾ. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ആണ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായ സമയത്ത് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ ജീവിച്ചിരിപ്പുണ്ടായിരുന്ന 9 ഭാര്യമാരുടെ ഫുൾ ചെലവ് നടത്തിയത്. നിങ്ങളെ റേഞ്ച് പോകുന്നുണ്ട് കേട്ടോ. ബക്കറ്റൂര് നടത്തല്ലേ നമ്മൾ? ബക്കറ്റൂര് നടത്തല്ലേ? അത് നടത്തണം. എന്തായാലും ബാക്കിയുണ്ടെങ്കിൽ മഹല്ല് റിലീഫിലേക്കാണ്. അതുകൊണ്ട് എല്ലാവരും കാര്യമായി സഹായിക്കണം, കൊടുക്കണം എന്ന് പറയാൻ വേണ്ടി പ്രത്യേകമായി ഏൽപ്പിച്ചിട്ടുണ്ട്. പിരിവിൻ്റെ വയത് ഞാൻ പറയാറില്ല, അതുകൊണ്ട് തന്നെ പറയുകയും ഇല്ല. പ്രത്യേകിച്ച് ഇവിടെ റെക്കോർഡിംഗ് ഉള്ളതുകൊണ്ട് ഒരിക്കലും പറയില്ല. കാരണം അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ എന്നോട് പിരിവ് പറയാൻ വേണ്ടി പറയും. അതുകൊണ്ട് ഞാൻ പറയില്ല. എല്ലാവരും കൊടുത്താൽ മതി കണ്ടറിഞ്ഞിട്ട്. ഇവിടെ എന്തായാലും കുറച്ച് ചിലവുകളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ബാക്കിയുള്ളത് റിലീഫ് എടുക്കാനാണ്. കുറച്ച് ട്യൂബ് ലൈറ്റും കാര്യങ്ങളും, കുറച്ച് മാലൊക്കെ തൂങ്ങുന്നുണ്ട്, സ്റ്റേജ് ഉണ്ട്, മൈക്കക്കാരുണ്ട്, ഒരു ക്യാമറക്കാരുണ്ട്, ഇവിടെ സാലിം ഫൈസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ചിലവുകൾ എന്തായാലും ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും അതിനനുസരിച്ച് കണ്ടുങ്ങാണ്ട് എല്ലാവരും കൊടുക്കുക. പെണ്ണുങ്ങളെ ഭാഗത്തും കൊടുന്നിടത്തോളമുള്ളതൊക്കെ മേടിച്ചോളി. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, നിങ്ങൾ ശ്രദ്ധിച്ചാലേ ഞാൻ പറയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും പറയും. പാട്ടൊക്കെ പാടും. നിങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങളിങ്ങനെ നോക്കിയിരുന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ബറക്കത്തിൻ്റെ എല്ലാ വഴികളെയും നമ്മൾ നോക്കണം. ഉണ്ടാവാൻ ദുആ ചെയ്യുന്നതിനേക്കാൾ പ്രധാനമാണ് ഉള്ളതിൽ ബറക്കത്തുണ്ടാവാൻ വേണ്ടി ദ്വാരക്കൽ. കച്ചവടത്തിലെ ബർക്കത്തിനെ പറ്റി പറഞ്ഞതാണ്. കച്ചവടത്തിൽ ബർക്കത്ത് ഉണ്ടാവുകയാണെങ്കിൽ കച്ചവടത്തിനാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഏറ്റവും കൂടുതൽ ബറക്കത്തുണ്ടാവുക കച്ചവടത്തിലാണ്. നല്ല അമലാണ് കച്ചവടം. നല്ല അമലാകുന്നു കച്ചവടം. അമ്പിയാക്കളിൽ പലരും കച്ചവടം നടത്തി, സ്വഹാബത്തിൽ പലരും കച്ചവടം നടത്തി, താബിഉകളിൽ പലരും കച്ചവടം നടത്തി, ഔലിയാക്കളിൽ പലരും കച്ചവടം നടത്തി, മറ്റു ചിലർ കൃഷിയും നടത്തി. 2 പ്രധാനപ്പെട്ട അമലുകളാണ്. ഒന്ന് കൃഷിയും, വേറൊന്ന് കച്ചവടം. അതുകൊണ്ട് നന്നാവും. മക്കളിലെ ബറക്കത്തിനെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അങ്ങോട്ട് പോയത്. മക്കളിൽ ബറക്കത്തുണ്ടാവാൻ ഒന്നാമത്തേത് ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം. ആഗ്രഹിച്ച് കിട്ടിയാൽ ബറക്കത്തുണ്ടായിരിക്കും. അതിപ്പോൾ ഇനി ഒരു ജോലിയാണെങ്കിലും അങ്ങനെ തന്നെ. ഒരാൾ കുറേ ആഗ്രഹിച്ച് നടന്നിട്ട് ഒരു ജോലി കിട്ടിയാൽ അതിൽ ബറക്കത്തുണ്ടാവും. അവന് പണിക്ക് പോകാൻ ഒരു പൂതിയില്ല. വാപ്പ ഉണ്ടെങ്ങാണ്ട് നിർബന്ധിച്ച് ഏൽപ്പിച്ചതാണെങ്കിൽ ഒരു ബറക്കത്തുണ്ടാവില്ല. 4 ദിവസം നിന്നാണ്ട് ഓട് വരും. ബറക്കത്തുണ്ടാവും. ആഗ്രഹിച്ച് കിട്ടിയാൽ ബറക്കത്തുണ്ടാവും. രണ്ടാമത്തേത് പേരിനനുസരിച്ച ബറക്കത്തുണ്ടാവും. ഒരു ഹോട്ടലിൽ കയറുകയാണെങ്കിൽ എന്താ അതിൻ്റെ പേരെന്നൊന്ന് നോക്കിയിട്ട് കയറണം. പേര് വളരെ മോശമാണ്, എന്നാൽ അതിനുള്ള ബറക്കത്ത് അതിലുണ്ടാവുള്ളൂ. പേര് വളരെ പ്രധാനമാണ്. നമ്മൾ ഇടുന്നതും അങ്ങനെ തന്നെയാണ്, നമ്മൾ നോക്കുന്നതും അങ്ങനെ തന്നെയാണ്. അതിപ്പോൾ ഇനി ഒന്നുമില്ല, നമ്മളൊരു ഓട്ടോറിക്ഷ വാങ്ങിയിട്ട് അതിനിട്ട പേരാണെങ്കിലും അങ്ങനെ തന്നെയാണ്. പേര് ബറക്കത്തിൽ വളരെ പ്രധാനമാണ്. മൂന്നാമത്തേത് ഹലാലും തൊയ്യിബുമായ ഭക്ഷണം കഴിക്കുകയും ഭാര്യക്കും സന്താനങ്ങൾക്കും കഴിക്കാൻ കൊടുക്കുകയും വേണം. ഭക്ഷണം ഹലാലും തൊയ്യിബുമായാലേ ബറക്കത്തുണ്ടാവുള്ളൂ.
ഭക്ഷണം ഹലാലും തൊയ്യബുമായില്ലെങ്കിൽ ബറക്കത്തുണ്ടാവൂല. 5 വക്തിനും പള്ളിക്കുണ്ടാവും, 5 വക്തിനും ഉണ്ടാവും. സുബീക്ക് എന്തായാലും ഉണ്ടാവും. സുബീ നിസ്കാരം കഴിഞ്ഞിട്ട് 2 പേജ് ഖുർആനും ഓതും. എന്നിട്ട് പോയിങ്ങാണ്ട് മൂപ്പര് സൂപ്പർ മാർക്കറ്റ് തുറന്നിട്ട് ചൈനേന്ന് സാധനം ഇറക്കിങ്ങാണ്ട് ജപ്പാന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് വെക്കുക. എന്നിട്ട് റമദാൻ മാസത്തിൽ ഉംറക്ക് പോവുക. എവിടുന്നുണ്ടാവുക? ആദ്യം സ്റ്റിക്കർ മാറ്റണം. ചൈനൻ്റെയും ചൈനൻ്റെ സ്റ്റിക്കർ മതി, ജപ്പാൻ്റെത് വേറെ കൊണ്ടുവരണം. മൈമ ജപ്പാൻ്റെ സ്റ്റിക്കർ മതി. ആദ്യം സ്റ്റിക്കർ ശരിയാക്കി, എന്നിട്ടല്ലേ ബാക്കി കാര്യം. ബറക്കത്തുണ്ടാവണമെങ്കിൽ സൂക്ഷ്മത ഉണ്ടായിരിക്കണം. ബറക്കത്തുണ്ടെങ്കിൽ സൂക്ഷ്മ. നമ്മളെന്താ വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ഈ തോതിൽ മനസ്സിലാക്കി വെച്ചത്. പാലിൽ വെള്ളം ചേർക്കരുത്, ഹബീബുനാ റസൂലുള്ളാഹി. അപ്പം നമുക്ക് തന്നെ തോന്നുകയാണ് അതന്നെ ഞാൻ പരിചയം വാങ്ങാത്തത്. ഭക്ഷണം കൊടുക്കുന്നിടത്ത് നല്ല സൂക്ഷ്മത പാലിക്കണം. ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ വയറ്റിലേക്ക് മ്ലേച്ഛമായ വസ്തു കടന്നു ചൊല്ലാൻ നമ്മൾ കാരണമായാൽ മക്കളിൽ അംഗവൈകല്യം, ബുദ്ധിവൈകല്യം, ചിന്താപരമായ വൈകല്യം 3-1 പ്രതീക്ഷിക്കാം. എന്താ ഞാൻ പറഞ്ഞു? ഒരു സ്വാലിഹായ മനുഷ്യൻ്റെ വയറ്റിലേക്ക് ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ വളരെ സൂക്ഷ്മത പാലിക്കണം. ആണായാലും പെണ്ണായാലും വീട്ടിലായാലും ഹോട്ടലിലായാലും ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ നല്ലോണം സൂക്ഷിക്കണം. ബേക്കറി നടത്തുന്നവർ, കൂൾ ബാർ നടത്തുന്നവർ, അച്ചാർ കമ്പനി നടത്തുന്നവർ, ഹോട്ടൽ നടത്തുന്നവർ, റോഡ് സൈഡിൽ തണ്ണിമത്തം കച്ചവടം ചെയ്യുന്നവർ, തട്ടുകട നടത്തുന്നവർ, ഭക്ഷണം കൈകാര്യം ചെയ്യുന്നവർ വളരെയധികം സൂക്ഷ്മത പാലിക്കണം. സ്വാലിഹായ മനുഷ്യൻ്റെ ആമാശയത്തിലേക്ക് മ്ലേച്ഛമായ വസ്തു കടന്നു ചെല്ലാൻ നീ കാരണമായാൽ മക്കളിൽ 3-4 വിപത്തിനെ പ്രതീക്ഷിക്കാം. ഒന്നുകിൽ ബുദ്ധിവൈകല്യം, 10 ഉള്ളതിൽ 1 ബുദ്ധി ഇല്ലാത്തതുണ്ടാവും. അതിന് ഇതിന് മാത്രമല്ല കേട്ടോ, മുതലിൽ അശുദ്ധമായി വന്നാൽ എല്ലാവർക്കും സംഭവിക്കും. യത്തീമിൻ്റെ മുതൽ കൈകാര്യം ചെയ്യുന്നതിൽ സൂക്ഷ്മത പാലിക്കാത്തവർ, അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതൽ പിടിച്ചു വച്ചവർ, വഖഫ് മുതൽ അന്യാധീനപ്പെടുത്തിയവർ, പെണ്ണുങ്ങളെ പണ്ടം ഇഷ്ടമില്ലാതെടുത്ത് വിറ്റോര്, ഇതൊക്കെ സംഗതിയാണ്. മക്കളിൽ ബുദ്ധിവൈകല്യം, മക്കളിൽ അംഗവൈകല്യം, മക്കളിൽ ചിന്താപരമായ വൈകല്യം 3-1 പ്രതീക്ഷിക്കാം. ആരൊക്കെ ഞാൻ പറഞ്ഞത്? യത്തീമിൻ്റെ മുതൽ അന്യാധീനപ്പെടുത്തിയവർ, കൈവശം വെച്ചവർ, വൃത്തിയായി കൈകാര്യം ചെയ്യാത്തവർ. 2, അനന്തരം കൊടുക്കാൻ ബാക്കിയുള്ള മുതലുള്ളവർ. ഓൻ കൊടുക്കാൻ ബാക്കിയുള്ള ഓൻ്റെ വാപ്പാൻ്റെ വാപ്പ കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിലും മക്കളിലാണ് അനുഭവിക്കും. ഞാൻ കൊടുക്കാൻ ബാക്കിയില്ലാണ്ട് കാര്യമൊന്നുമില്ല, അനന്തരം കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ കൊടുത്താളി. കുട്ടികളിൽ ബുദ്ധിവൈകല്യം, ചിന്താപരമായ വൈകല്യം, അംഗവൈകല്യം. എന്താ ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞത്? വാപ്പ പള്ളിക്കാട്ട് കിടക്കുമ്പോൾ വെള്ളിയാഴ്ച ജുമാക്ക് വന്നാൽ പോലും പോയി നോക്കാൻ തോന്നൂല, പോയി നോക്കാതിരിക്കാനുള്ള ന്യായം പറഞ്ഞുകൊണ്ട് നടക്കും. ഇതാണ് ചിന്താപരമായ വൈകല്യം എന്ന് പറഞ്ഞത്.